മൗലവിമാരെയും അതുപോലെ തന്നെ അബുൽ കലാം ആസാദിനെ പോലെയുള്ള വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ ചരിത്രം നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് എല്ലാവരെയും പോലെ അല്ലെങ്കിൽ എല്ലാവരെക്കാളും മുൻപന്തിയിൽ മുസ്ലിം സമൂഹം അടക്കമുള്ള എല്ലാ വിഭാഗക്കാരും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ സ്വാതന്ത്ര്യം നേടി ഇന്ത്യയുടെ മതേതര കാഴ്ചപ്പാടോടുകൂടി ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പല രാഷ്ട്രീയ പാർട്ടികളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായി. പതിറ്റാണ്ടുകൾ ഈ രാജ്യം മതേതര രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് പ്രാദേശികമായിട്ടുള്ള കക്ഷികൾ തലപൊക്കി എന്നുള്ളതാണ്. ഈ ദേശീയ താല്പര്യത്തോട് കൂടിയിട്ടുള്ള മതേതര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസക്തി നഷ്ടപ്പെടുന്ന രൂപത്തിൽ ദ്രാവിഡന്മാരായാലും യാദവന്മാരായാലും ഓരോ സംസ്ഥാനങ്ങളിലെയും അവനവന്റെ ഭൂരിപക്ഷ ഓരോ സ്വാധീന മേഖലകളിൽ അവരുടേതായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള ശക്തി ഉണ്ടായപ്പോ ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള സംഘടനകളുടെ ശക്തി കുറഞ്ഞു പോയി. നമുക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ ഇന്നും പ്രതീക്ഷിക്കാവുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇന്ത്യയിലുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മൊത്തം എല്ലാ സംസ്ഥാനങ്ങളിലും അല്പമെങ്കിലും സ്വാധീനമുള്ളത് അങ്ങനെയാണ്. അല്ലാതെ പ്രാദേശികമായിട്ടുള്ള പല പാർട്ടികളുമുണ്ട്, നമുക്ക് വിശ്വസിക്കാവുന്ന ഒട്ടനവധി പാർട്ടികളുണ്ട്. പക്ഷെ ഈ രാജ്യത്ത് വളർന്ന് പന്തലിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിറ്റുകളുള്ള ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഉൾക്കൊള്ളുന്ന സംഘടനയടക്കം അവരെ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ മൊത്തം താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ഈ ഒരു മതേതര രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ കൊണ്ട് അവരുടെ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത് എന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മതേതര കേരളമാണ്. ഈ കേരളത്തിന്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ചുറ്റുപാട് ഇന്ന് ഇവിടെ കാണുന്ന ഈ ഒരു രൂപത്തിലേക്ക് ഇന്ത്യ രാജ്യവും വന്നാൽ ഒരു പ്രയാസവുമില്ലാതെ ഈ രാജ്യം വളരെ സുഖകരമായി വർഗീയവാദത്തിന്റെ കൈകളിൽ അമരാതെ മതേതര കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ചരിത്രപരമായി തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യനും പാഴ്സിയും ഇവിടൊക്കെ ഏതൊക്കെ ജാതിക്കാരും മതക്കാരുമുണ്ടോ അവരൊക്കെ ഒരു പ്രത്യേകമായ സ്നേഹവും അതുപോലെ തന്നെ അടുപ്പവും അതുപോലെ ഒരു പരസ്പരം കൂടിച്ചേരലും ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മങ്ങാട്ടച്ചനും കുഞ്ഞായനും മുസ്ലിയാരും ഈ ഒരു കഥ കേൾക്കാത്തവരായിട്ട് ആരുമില്ല. അതൊരു കേരളത്തിന്റെ മഹിതമായിട്ടുള്ള മാതൃകയാണ്. മങ്ങാട്ടച്ചനും കുഞ്ഞായനും മുസ്ലിയാരും എന്ന് പറഞ്ഞാൽ രണ്ട് സമുദായക്കാർ തമ്മിലുള്ള ആ ഒരു ഐക്യവും അതുപോലെ തന്നെ ആ ഒരു ബോധവും ആ ഒരു സൗഹൃദവും നമുക്ക് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ആ സൗഹൃദം നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയായി നമുക്ക് കാണാൻ സാധിക്കുക. മക്തി തങ്ങൾ മുതലുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവരൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി പൊരുതുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്നത് അന്യ സമുദായക്കാരായിട്ടുള്ള സ്നേഹിതന്മാരുമായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ വ്യത്യസ്ത സമുദായക്കാരായ നേതാക്കന്മാരായിരുന്നു. ആ സാമുദായിക നേതാക്കന്മാരെയൊക്കെ തോളോട് തോളൊരുമിക്കൊണ്ടാണ് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് സമരത്തിന് വരെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയത്. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും വിഭജനാനന്തരമുള്ള അപകടമൊന്നും ഈ കേരളീയ മുസ്ലിങ്ങൾക്ക് വരാതെ നോക്കാൻ ഇവിടെ ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ഒരു സംഘടനാ ശക്തി രൂപം കൊണ്ടു എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോ ആ സ്വാതന്ത്ര്യം നേടാൻ വിഭജനത്തിന് ഉത്തരവാദികൾ ഒരു പ്രത്യേക സമുദായമാണ് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തി ഇവിടെ നിന്ന് നാട് കടത്താനുള്ള വ്യാപകമായ ശ്രമങ്ങൾ ഉണ്ടായപ്പോഴും കേരളക്കരയിലേക്ക് അത് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്നത് ആ മുമ്പത്തെ സൗഹൃദം ഇവിടെ നിലനിർത്താൻ വേണ്ടി ഇവിടുത്തെ പണ്ഡിതന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ ഒരു മതേതര പൈതൃകം ഇവിടെ നിലനിർത്താൻ വേണ്ടി പല ശ്രമങ്ങളും ഉണ്ടായി. ആ ശ്രമങ്ങളുടെ വിജയമാണ് മുന്നണി രാഷ്ട്രീയം. നമ്മുടെ കേരളത്തിൽ രണ്ട് മുന്നണികളായി ഇവിടെ പ്രത്യേകമായി
സംഘടിച്ചത് കൊണ്ടാണ് അതിന്റെ ഇടയിലൂടെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് കടന്നു വരാനുള്ള വഴിയില്ലാതെ പോയത്. നമുക്കറിയാം, ഇടതായാലും വലതായാലും രണ്ടും മതേതര കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന മുന്നണികളാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. പക്ഷേ ഒരിക്കൽ പോലും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് കേരളത്തിന്റെ നിയമസഭയുടെ നാലയലത്തേക്ക് കാലുവെക്കാൻ കഴിയാതെ തടുത്തു നിർത്തുന്നത് ഈ മുന്നണി സംവിധാനത്തിന്റെ വിജയമാണ്. കേരളത്തിലെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി പരസ്പരം കൂട്ടിക്കെട്ടാത്തതായിട്ട് ഒന്നും ഉണ്ടാവുകയില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടികൾ വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൂട്ടിക്കെട്ടിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. പക്ഷേ അത് മതേതര കാഴ്ചപ്പാടോട് കൂടിയിട്ട് മാത്രമാണ്. ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കൊടി ഈ രണ്ട് മുന്നണികളുടെയും കൊടികളുടെ കൂട്ടത്തിൽ കൂട്ടിക്കെട്ടാൻ ഇന്ന് വരെ രണ്ട് മുന്നണികളും അവസരം കൊടുക്കാത്തത് തന്നെയാണ് കേരളത്തിന്റെ മാതൃകയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുക. നമ്മുടെ കേരളത്തിലെ മുസ്ലിംകളാതി പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഇന്നനുഭവിക്കുന്ന സൗകര്യം, ഇന്നനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ഇന്നനുഭവിക്കുന്ന മറ്റെല്ലാ രീതിയിലുള്ള നമ്മുടേതായിട്ടുള്ള നേട്ടങ്ങളും ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചത് രണ്ട് ധ്രുവങ്ങളായി, രണ്ട് മുന്നണികളിലായി നമ്മൾ ഇടപെടുന്നത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ മുസ്ലിം പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗത്തെ ഈ മതേതര കാഴ്ചപ്പാടോടുകൂടി തന്നെ അവരെ ഒരു മാലയിൽ കോർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് മർമ്മപ്രധാനമാണ്. ഇവിടെ ഒരിക്കലും തീവ്രവാദത്തിന് വേരുണ്ടാവാൻ ഇവിടുത്തെ മതസംഘടനകളോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ അനുവദിക്കുന്നില്ല. ന്യൂനപക്ഷ തീവ്രവാദമാണെങ്കിലും ഭൂരിപക്ഷ തീവ്രവാദമാണെങ്കിലും ഒരുപോലെ എതിർക്കണമെന്നുള്ള വളരെ ശക്തമായിട്ടുള്ള നിലപാടുമായിട്ടാണ് നമ്മുടെ ഓരോരോ മതസംഘടനകളായാലും മുസ്ലിങ്ങളിലെ ഒട്ടനവധി മതസംഘടനകൾ, ഈ മതസംഘടനകളൊക്കെ തന്നെയും ഒരു സന്ദർഭം കിട്ടിയാൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നുകൊണ്ട് നമ്മൾക്ക് വരാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ച് വളരെ സ്വതന്ത്രമായി ചർച്ച ചെയ്യുകയും ഒറ്റ മേശയ്ക്ക് ചുറ്റുമിരുന്നുകൊണ്ട് ഒറ്റ നിലപാടായി പുറത്തിറങ്ങുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ആശ്വാസം എത്രയാണ്. ഈ ഒരു സൗകര്യം ഇവിടെ അല്ലാതെ മറ്റൊരിടത്ത് കാണാൻ സാധിക്കില്ല. നമ്മൾ ഈ സംസ്ഥാനത്തിന്റെ പുറത്തു പോയാൽ മറ്റു ഓരോരോ സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെ ഇന്നും ആരാന്റെ വിറകുവെട്ടികളും വെള്ളം കോരികളുമായി മുസ്ലിങ്ങളാണ് ഈ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ വിഷമത്തോടും പ്രയാസത്തോടും കൂടിയിട്ടാണ് കഴിഞ്ഞുകൂടുന്നത് എന്നെല്ലാവർക്കും അറിയാം. കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ശതമാനം നോക്കുകയാണെങ്കിൽ 24 27% നമ്മുടെ ഉത്തർപ്രദേശ് ആയാലും അതുപോലെ തന്നെ ബംഗാളായാലും ഒക്കെ ഈ കേരളക്കരയിലുള്ള മുസ്ലിം ന്യൂനപക്ഷത്തെക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾ നമ്മുടെ പുറത്തുണ്ട്. ആ പുറത്തുള്ള സംസ്ഥാനത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന് ഇന്നിവിടെ കാണുന്നത് പോലെയുള്ള മതസംഘടനാ നേതാക്കന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഇല്ലാത്തതുകൊണ്ട് ഒരു സന്നിഗ്ധ ഘട്ടം വന്നാൽ ഒന്നിച്ചിരിക്കാനുള്ള വേദിയില്ലാതെ പോയി. ആ വേദിയില്ലാതെ പോയത് കൊണ്ടുള്ള ദുരിതങ്ങൾ അവിടെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ കാഴ്ചപ്പാടോടുകൂടി മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും എല്ലാവരുമായി സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് ആരെയും വിശ്വാസത്തിലെടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ ചുറ്റുപാടിലുള്ളവരൊക്കെ നമ്മുടെ സഹോദരന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പകുതിയിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ അന്യ സമുദായക്കാരാണ് ഭൂരിപക്ഷമെങ്കിൽ പോലും സമുദായം നോക്കാതെയാണ് ഇവിടെ വോട്ട് വിനിയോഗിക്കാറുള്ളത്. ഇനി ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തിയുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് മുൻകൂട്ടി അറിയാൻ സാധിച്ചാൽ ഇവിടുത്തെ മുന്നണി ബന്ധങ്ങൾ നോക്കാതെ കേരളത്തിന്റെ ഒരു മഹിതമായ മാതൃക എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മുന്നണി ബന്ധങ്ങൾ നോക്കാതെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി അഭിപ്രായ വ്യത്യാസം മാറ്റി നിർത്തിക്കൊണ്ട് വോട്ട് വിനിയോഗിക്കാറുണ്ട്. അതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മഞ്ചേശ്വരം നിയോജകമണ്ഡലം അടക്കമുള്ള പല നിയോജകമണ്ഡലങ്ങളിലും വിജയത്തിന്റെ പടിവാതിൽക്കൽ എത്തിയിട്ട് പിന്നോട്ടടിക്കാൻ വർഗീയ ഫാസിസ്റ്റുകൾ നിർബന്ധിതമാവുന്നത്. ഇത് കേരളത്തിന്റെ ഒരു മാതൃകയാണ്. കേരളത്തിൽ ഒരിക്കലും തന്നെ ഹിന്ദു വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ വിശ്വസിക്കുന്നില്ല. അവരിൽ ഒരു ശതമാനം പോലും ഇവർ വിശ്വാസം കൊടുക്കാത്തത് കൊണ്ടാണ് ഈ കേരളത്തിലെ മഹിതമായിട്ടുള്ള മതേതര കാഴ്ചപ്പാടിന്റെ അകത്ത് ഇവിടുത്തെ എല്ലാ ജാതി മതസ്ഥരും ഒരു മകറ്റ മക്കളെ പോലെ കാണുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുന്നണി സംവിധാനം
നമ്മൾ ശക്തിപ്പെടുത്തിയേ മതിയാവൂ. രണ്ട് മുന്നണികളിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും രണ്ട് മുന്നണികളായി തന്നെ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ഇതിൽ വളരെ ശക്തമായിട്ടുള്ള ഭിന്നത ഉണ്ടായാലുള്ള വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് നരേന്ദ്രമോദി 31% വോട്ടിന്റെ പിൻബലത്തിലാണ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 100 വോട്ടുണ്ടെങ്കിൽ 31 കിട്ടിയ ആൾ നമ്മുടെ രാജ്യം സുഖസുന്ദരമായി ഭരിക്കാൻ ഇടയായി എന്ന് വന്നാൽ ഇവിടെ എന്താണ് പ്രശ്നം? നമ്മുടെ രാജ്യത്തിന്റെ മതേതര വോട്ടുകൾ 69%. 1/3 പോലും വോട്ട് നേടാത്ത ഒരു കക്ഷി നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ പഴുതുപയോഗിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. മതേതര രാഷ്ട്രീയ പാർട്ടികൾ രണ്ട് മുന്നണികളിലായാൽ സ്വാഭാവികമായും ഈ 31% കിട്ടിയ BJP അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ല. ഒരു ഭാഗത്ത് 33, ഒരു ഭാഗത്ത് 35, മറ്റൊരു ഭാഗത്ത് 31. മൂന്നാം സ്ഥാനത്ത് ഈ വർഗീയ ഫാസിസ്റ്റുകൾ വരാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തിന് കാണിച്ചു കൊടുക്കേണ്ട മാതൃക, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മതേതര കാഴ്ചപ്പാടുമുള്ള കക്ഷികൾ ഒന്നിക്കാൻ, അല്ലെങ്കിൽ രണ്ട് മുന്നണികളായിട്ടെങ്കിലും വിഭജിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. പ്രാദേശികമായിട്ടുള്ള താല്പര്യങ്ങളായാലും അവർക്ക് അവരുടേതായിട്ടുള്ള സ്വകാര്യ താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ, പ്രാദേശിക താല്പര്യങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. അവർക്ക് മുഖ്യധാര താല്പര്യങ്ങളില്ല, ദേശീയ താല്പര്യങ്ങളില്ല. ഈ താല്പര്യങ്ങൾ ഇല്ലാത്തിടത്തോളം ഇവരെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയ ഫാസിസ്റ്റുകൾക്ക് ഇനിയും അധികാരത്തിൽ വരാൻ സാധ്യമാവും. ഇവിടുത്തെ മുഖ്യധാര മതേതര രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് ഇരുന്ന് ചിന്തിച്ചുകൊണ്ട്, മതേതര രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് മുന്നണിയായി രണ്ടെണ്ണമായാൽ പോലും, ഇരുവിഭാഗത്തായാൽ പോലും 31% തടുത്തു നിർത്താൻ സാധിക്കും. അതാണ് കേരളത്തിന്റെ മാതൃക. ഈ മഹിതമായ മാതൃക പിന്തുടരാൻ നമ്മുടെ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും വൈകിയ സമയമാണെങ്കിൽ പോലും ഇനിയെങ്കിലും ഒരു ആത്മവിചിന്തനം നടത്തണം എന്ന് മാത്രം ഈ ഒരു സന്ദർഭത്തിൽ അഭിപ്രായപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ ചടങ്ങ്, ഞാൻ പറഞ്ഞല്ലോ, ഈ സമയത്തിനനുസരിച്ച് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിച്ച SSFന്റെ സഹോദരങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവരെയും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അധ്യക്ഷന പ്രഭാഷകൻ SYF ജോയിന്റ് സെക്രട്ടറി PT നജീബ് മാസ്റ്റർ സർ, പ്ലീസ്.